നാട്ടിൽ നിന്ന് ആരെങ്കിലും വിസിറ്റ് വന്നാലും ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുക ഡിസേർട്ട് സഫാരിയാണ്. ഗൾഫിലെ മണലാരുണ്യം കണ്ടാൽ മാത്രം പോരല്ലോ, എക്സ്പീരിയൻസ് കൂടെ ചെയ്യണ്ടേ. ഈ പല്ലൊലിച്ച് ഗേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒട്ടകത്തിന്റെ കാലിൽ എന്തിനാണ് ഈ കയറ് കെട്ടിയെന്ന് അറിയാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്റെ ഭാഷ ഒട്ടകത്തിന്റെ ഭാഷ എനിക്കും അറിയാത്തതുകൊണ്ട് കൂടുതൽ ഞാൻ അവിടെ നിന്ന് തിരിയാതെ ഞങ്ങൾ അവരെ പേടകത്തിൽ കയറി യാത്ര തുടങ്ങി. അവരാണെങ്കിലോ ഈ ഞെട്ടിക്കൽ ബിരിയാണി ഒക്കെ തരും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുക്കി മറിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ എത്തിയ ഉടനെ തലയിൽ ഇതാ ഇതുപോലൊരു തുണി ചുറ്റി തന്നു. ഫ്രീ ആണെന്ന് കരുതി, പക്ഷേ ഡേ കിടക്കണം 30 ദിർഹംസ്. ആദ്യം നമുക്ക് റൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. ക്യാമൽ റൈഡ് ഫ്രീ ആണെങ്കിലും ദാ ഈ നിൽക്കുന്ന മുതലിന്റെ പുറത്ത് കയറാൻ സൽക്കരിച്ച് ആ ക്ഷണം നമ്മൾ സ്വീകരിച്ചാൽ ഉറപ്പിച്ചോ വീണ്ടും 30 ദിർഹംസ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം? നോ പറയേണ്ട സ്ഥലത്ത് മടിച്ചു നിൽക്കാതെ നോ പറയണം. ഏതാ പോന് ഒട്ടകത്തിനേക്കാളും വലിപ്പുണ്ട്, പറഞ്ഞിട്ടെന്താ? അതിന്റെ പുറത്ത് കയറാൻ പറ്റണ്ടേ? നിങ്ങൾ ഈ വലിയമാനി കണ്ട ഞാൻ കുറെ നേരം ഓരോ തന്നെ ഇരുന്ന് നോക്കിയത്. നമ്മുടെ നാട്ടിലെ വയസ്സായവരൊക്കെ ഇവരെ കണ്ടുപിടിക്കണല്ലേ. ഈ പറയണ നമ്മളൊക്കെ വയസ്സാകുമ്പോ എന്താവോ എന്തോ. പിന്നെ ഈ ചെങ്ങായിന്റെ ഫോട്ടോ എടുക്കൽ കണ്ട വിചാരിക്കും ഫോട്ടോ വലിയ സംഭവമായിരിക്കുന്നു. കൈ കിട്ടിയ കാണാൻ ചേല്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കണ കണ്ടപ്പോഴേ ഈ ചെങ്ങായിക്ക് നല്ല പൊലിവായിക്കണട്ടാ. പക്ഷെ പാവ കുതിരന്റെ കഷ്ടപ്പാട് ആലോചിച്ചപ്പോ ഞാനത് വേഗം നിർത്തി. ഞാൻ ഈ തരക്കാരനല്ല, ഇതൊന്നും എന്റെ ലിസ്റ്റിൽ പെട്ടതല്ല. ഞാൻ വെറൈറ്റിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ മോൻ വേറെ എന്തൊക്കെയോ ചെയ്യായിരുന്നു. ഈ വെറൈറ്റി ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. മരുഭൂമിയിലെ മണൽ കുഴിച്ചിട്ടാണ് പെട്രോൾ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് അതും ചെയ്തു നോക്കി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇവന് പാന്റെ പാത പിന്തുടരുന്നോണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവിടെ എവിടെയോ ചായ കൊടുക്കേണ്ടത് കണ്ടപ്പോ പിന്നെ നേരെ ഞങ്ങൾ അങ്ങോട്ട് ഓടി. പിന്നെ ഫുള്ള് ഫുഡ് അടി തന്നെയായിരുന്നു. ചായയും സ്നാക്സും ഡ്രിങ്ക്സും പിന്നെ ഹെവി ആയിട്ട് ഒരു മീലും. അതിന്റെ ഇടയിൽ അവിടെ മൈലാഞ്ചി ഇടുന്നെന്ന് കേട്ടപ്പോ ഞാൻ മൈലാഞ്ചി ഇടാൻ പോയി. ഞാൻ വന്നപ്പോ തന്നെ 2 കാക്കമാര് എന്നെ ഓവർടേക്ക് ചെയ്ത് അവിടെ ഇരുന്ന് പാവല ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനും വെയിറ്റ് ചെയ്തു. അങ്ങനെ മൈലാഞ്ചിയും വിട്ട് തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പരിപാടി തുടങ്ങി. അങ്ങനെ അവരുടെ പലതരം ഡാൻസും പെർഫോമൻസും ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അവസാനം അവർ ദുബായും കത്തിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ 25 ദിർഹംസ് മുതലായി തന്നെ പറയാം. അടുത്ത വിശേഷമായിട്ട് പിന്നെ കാണാം. ബൈ.